അടുക്കള ഭാഗത്ത് പോയി വല്ല വാങ്ങിച്ചു? ഇല്ല ഇല്ല. പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ക്യാപിറ്റലിസം കൊടികുത്തി നിൽക്കല്ലേ? ക്യാപിറ്റലിസം അല്ല, ഉച്ചക്കിറുക്ക. പക്ഷെ ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന് കിറുക്ക് വന്ന ചെലവനൊക്കെ ഇവിടെ ഇറും. അങ്കിൾ, ഈ തൊഴിലാളി എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തു? കെട്ടിയെടുക്ക എന്റെ രൂപ ഉപ്പിയാക്ക. എടോ, ഇതും ഒരു മനുഷ്യജീവിയാണ്. പണമില്ലായിരിക്കാം, പഠിപ്പില്ലായിരിക്കാം, എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. ശംഭു ഓടല്ലേ, പോരു ചക്കരെ. സ്റ്റോപ്പ്. എന്റെ വീട്ടിലെ ഉപ്പും ചോറിൽ നിന്ന് വളർന്നവനായവൻ. നിങ്ങളെയൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാനാണ് ഇവനെ അഡ്വൈസ് ചെയ്തത്. ധവാൻ സാറിന്റെ അഡ്വൈസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശംഭു ഔട്ട് ഹൗസിലേക്ക് പോകൂ. ശംഭു പോവല്ലേ. ശംഭു ഊണ് കഴിക്കാൻ വന്ന ഇവിടെ ഇരിക്കും ഞാൻ. അങ്കിൾ, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്കും. എന്ന് വെച്ചാൽ വാ മോളെ, ഇങ്ങോട്ടിരിക്കും. എഴുന്നേക്ക്. ഇരിക്കാൻ. എഴുന്നേക്കടാ. പറ്റൂല, ഞാൻ വിടൂല. ഇരി. തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ? ഉണ്ണാനല്ലേ സാർ ജോലി. ഇരി. ഇപ്പൊ എഴുന്നേറ്റാൽ ഭാവിയിൽ നിനക്കുണ്ണാം. ഞാനാ പറയുന്നത് ഇരിക്കാൻ. എനിക്ക് ഭാവിയിൽ ഉണ്ണണം. വാ കീറിയ ദൈവം അതിനുള്ള വകയും തരും. ഇരി. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. അയ്യോ വേണ്ട, അത് മാത്രം ചെയ്യരുത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകും? വേണ്ട, ഈ ഊണ് ഇവിടെ നിന്നോട്ടെ. സമയമാകുമ്പോ ഞാൻ വന്നുണ്ടോ? ശംഭു അനുഭവിക്കോട്ടോ. അങ്കിൾ തെറ്റിദ്ധരിക്കരുത്. താഴേക്കിടയിലുള്ളവരോട് പെരുമാറാൻ അങ്കിൾ പഠിച്ചിട്ടില്ല. അങ്കിള് പഠിക്കാഞ്ഞിട്ടല്ല, എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുകയാണ്. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മോളെ ശോഭേ, നീങ്ങുക. നീ ചെന്ന് അവനെ സമാധാനിപ്പിക്കേ. അതിനവര് നാടൻ കളിക്കല്ലേ. പക്ഷെ നമ്മൾ അതറിഞ്ഞ ഭാവം കാണിക്കരുതല്ലോ. ചെല്ലു മോളെ, ചെല്ലു. എന്തിനാണ് ഇവിടെ ഒരു കുശുചിപ്പ്? അല്ല, ശോഭ ചെന്ന് അവനെ ആശ്വസിപ്പിക്കട്ടെ. അത് കൊള്ളാം. അവളുടെ മര്യാദയും വിനയവും സ്നേഹവും ഒക്കെ അവനറിയട്ടെന്ന്. അതും കൊള്ളാം. ആന്റി, ശോഭയെ വിളിക്കൂ. എന്നിട്ട് എനിക്ക് വിളമ്പിത്തരാൻ പറയൂ. എഴുതിച്ച് പോടേ. സത്യം പറഞ്ഞാൽ സാറിനെ വിട്ടുപോകുന്നതിന് എനിക്ക് വളരെ ദുഃഖമുണ്ട്. ദുഃഖം എനിക്കുണ്ട്. പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിലൊരു അധികം പറ്റാവുന്നത് ശരിയല്ല. എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളി കാണും. എന്നാ ഞാൻ കുറുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ. എന്തോന്ന്? ഞാനിവിടെ നിൽക്കുന്നത് വല്ല വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും. എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയോ? എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം. അത് വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം. അല്ല, കുറച്ചു ദിവസം നല്ലവരായ ആ വീട്ടമ്മ വെച്ച് വിളമ്പിത്തന്ന ആഹാരം ഞാൻ കഴിച്ചു പോയില്ലേ? അപ്പൊ പിന്നെ യാത്ര ചോദിക്കാം. അത് വേണ്ട. അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ധവാൻ സാർ ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു. സാരില്ല, അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും. നമ്മളെന്തിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു? പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല, സാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള. അപ്പൊ ഞാന് ഒറ്റയ്ക്കെന്നാ അവരെന്നെ ചീത്ത പറയും. സാരമില്ല, അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. എന്നാ പിന്നെ ബാഗ് പിടിച്ചോളാം. ടിക്കറ്റ് കഴിച്ച് ബാക്കിയുള്ളത് നീ വെറുതെ എടുത്തോ. അല്ല, ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട്. വേണ്ട, യാത്ര ചെയ്ത് ചോദിക്കണ്ട. ശരി, ഞാൻ പോട്ടെ. അല്ല, വീട്ടിൽ വല്ലതും പറയണ? ഒന്നും പറയണ്ട. എനിക്ക് യാത്ര ചോദിക്കണേ. യാത്ര ചോദിക്കണ്ട. യാത്ര ചോദിക്കണ്ട. എനിക്ക് യാത്ര ചോദിക്കണേ. യാത്ര ചോദിക്കണ്ട. എനിക്ക് യാത്ര ചോദിക്കണേ. എടാ, കോണിപ്പടി കാണാനാണോടാ കെട്ടി വെച്ചിരിക്കുന്നത്? അല്ല, താനെങ്ങോട്ടാ? ഞാൻ യാത്ര ചോദിക്കാൻ വന്നാണ്. അയ്യോ, എങ്ങോട്ട്? ഇവിടെ ഡ്രൈവറുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ധവാൻ യവനാ കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തടവ്? എനിക്കറിയാം ഡ്രൈവിംഗ്. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. കുഞ്ഞ് എവിടെയും പോണ്ട. അങ്കിൾ ഇതിൽ ഇടപെടരുത്. എന്റെ അമ്മച്ചി, എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്കിൾ, ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി. വേഗം സ്ഥലം വിട്. ഇനി ഒട്ടും സമയം കളയണ്ട. ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടുന്ന് വിടത്തില്ല. എടാ ശംഭു, നീ പോവില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? 10:30 ഒരു ട്രെയിൻ ഉണ്ട്. താ വേണമെങ്കിൽ അത് കയറി കുങ്കിൾ ചുമ്മാ ചലിക്കാടെ.
പോക്കർത്തനം കാണിച്ച അമ്മച്ചി കാണാൻ ഇടിച്ചിന്റെ കൂമ്പളിക്കളെ കുഞ്ഞെ, ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട. സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി. എന്നെ പോവാൻ സമ്മതിക്കല്ലെങ്കിൽ കാവിലമ്മേ ശക്തി തരൂ. ധ്യാനവേളയിൽ ഗുരുകാരണവന്മാരോട് ചോദിച്ചു. തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ നിഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട്. പൈതങ്ങളെ, നമ്മുടെ ദേഹബലം ഒന്നുകൂടി കാണിച്ചു കൊടുക്കൂ. അമർന്ന് തെരുത്ത്, നീക്കി തെരുത്ത്, എടുത്തു ചാടി, ചാടിക്കെട്ടി അമർന്ന്, ഇടത്തേലമർന്ന് ഇടത്തു വെട്ടി ഒഴിഞ്ഞ്. അങ്ങനെ അങ്ങനെ അങ്ങനെ. അധികം അമരേ നീരൊന്നും വേണ്ട. 2 നല്ലോണം പൊട്ടിക്കണം. അവൻ അമേരിക്കക്കാരനല്ല എന്ന് അവൻ തന്നെ ചെന്ന് കൃഷ്ണക്കുറുപ്പിനോട് പറയണം. പറയിപ്പിക്കാം. ക്ഷാമകാലമാണ്. എനിക്കും പൈതങ്ങൾക്കും ദേഹരക്ഷയ്ക്കുള്ള സംഖ്യ ഏൽപ്പിച്ചാൽ നന്നായിരുന്നു. അവനെ ഇടിച്ച് ഞാൻ നിലപരിശാക്കാം. അത് മതി. കാവിലമ്മേ ശക്തി തരൂ. ശക്തി, ഇതാ ശക്തി. ആ കാറ് തന്നെ. ഇറങ്ങി വാടാ. തുളുനാടൻ കത്രികപ്പൊട്ട് കാണിച്ചു കൊടുക്കടാ. ഇനി കടത്തനാടൻ ചുരികപ്രയോഗം കാണണോ? വേണ്ട, ചുരികയില്ലല്ലോ. മുമ്പേ കാണിച്ചത് നന്നായിരുന്നു. കൂടുതൽ കാണണമെന്നുണ്ടായിരുന്നു, നേരമില്ല. ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ്. ഉറുമി, വാൾ, കെട്ടില്ലാക്കെട്ട്, പൂഴിക്കടകൻ, അടവ് നമ്പർ 18 ഇവയെല്ലാം ഉണ്ട്. വേണേ കാണിക്കാം. 19ാമത്തെ അടവ് എനിക്കറിയാം. ഓട്ടം. ഞാൻ പറയുന്നതനുസരിച്ച് ഓടേണ്ടി വരില്ല. സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ലെന്ന് പറയണം. ഓ, നിങ്ങൾ കൂലിത്തല്ലുകാരാണല്ലേ? കാറിൽ കയറ്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കതിരൂർ ഗുരുക്കളുടെ അനുഭവം ഇവിടെ ആവർത്തിക്കും. ഒരു കാര്യം ചെയ്യാം. ആരെങ്കിലും ചോദിച്ചാ പറയാം അമേരിക്കക്കാരനല്ലെന്ന്. ചോദിച്ചില്ലേലും പറയണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നിങ്ങളുടെ പൂഴിക്കടകനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല. കാണിച്ചു നോക്കടാ. പേരെന്താ? കടത്തനാട്ട് പപ്പൻ ഗുരുക്കൾ. ഗുരുക്കൾ, എനിക്ക് ഈ കളരി വലിയ പരിചയമില്ലാത്തോണ്ട് ഞാൻ ഈ നാടൻ മട്ടിലും ശ്രമിക്കാം. ഘടകം, മറുഘടകം, മറുചെടി. എന്താ വലത്തുകാൽ വൈകോട്ട് വെച്ച് ഇടത്തേൽ അമർന്നിരിക്കണം. ഞാൻ കാണിച്ചുതരാം. വലത്തുകാൽ വയ്യോട്ട് വെച്ച് ഇടത്തേൽ. ശരിയാണോ? ഇനി ഗുരുക്കൾ തന്ന് വലത്തുകാൽ ഇനിയോ ഗുരുക്കളെ? ഇനി ഒന്നും നോക്കണ്ട. കണ്ണും പൂട്ടി സർവാംഗമർദ്ദനം. ഞാൻ കാണിച്ചുതരാം. ഘടകം, മറുഘടകം, ഘടകം.
ഇനി ഞാൻ ഏറ്റാണ്. ആ ഓതിരം ചെരുപ്പിനടി, ഓതിരം അവസാനത്തെ പ്രവർത്തന. നീ എന്താ പറഞ്ഞേ? കതിരൂർ ഗുരുക്കൾ ആരാ? നിന്റെ അമ്മ എപ്പനോ? വയറ്റിപ്പഴപ്പാണ് ആശാറ്. ചില്ലറ വല്ലതും കിട്ടിയോ? പോ 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 പോ. വേണ്ട വേണ്ടെന്ന് വയ്ക്കുമ്പോ ഒരുത്തമ്മ തലയെ കയറുന്നു. ഇനി ഞാൻ തന്നെ അമേരിക്കക്കാരൻ. അങ്കിൾ, അങ്കിൾ, ആണ്ടി, എല്ലാരും വരൂ. എന്നെ വിളിച്ചോ? അങ്കിൾ, ഒന്നുകൂടെ വിളി. ഏ? ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞെ വിശേഷിച്ച്? അങ്കിൾ, ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം, പറയാം. തങ്കം, തങ്കം, നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു, വെറും ഒരു തമാശയ്ക്ക് വേണ്ടി, ഫോർ ഹൊറർ. പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. വെൽ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന KT നായരുടെ മകൻ ഞാനാണ്. അത്രേ ഉള്ളൂ. അദ്ദേഹം നേരത്തെ അറിയാല്ലേ? എനിക്കറിയാം. ശോഭ എന്നോട് പറഞ്ഞു. പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെ നീട്ടിക്കൂടാ. പ്ലീസ് ഡോണ്ട് ലെങ്തൻ ഇറ്റ്. ഞാൻ തുറന്നു പറയാൻ ഐ എം ഫ്രാങ്ക്ലി സ്പീക്ക്. വെൽ, എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം. നാളെ നാളെയോ? ആ? നാട്ടുകാരോടും വീട്ടുകാരോടും വേണ്ട. പറയണ്ടേ? ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും. എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. We must suppress it, eh? ആ. അയ്യോ, അത് കഷ്ടമല്ലേ? അതെ, കഷ്ടമാണ്. പക്ഷേ ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല. നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം. അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നാണക്കേടാ. നേതാജി ക്ലബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല. ആ കോമക്കുറുപ്പ് ഞെട്ടണം. എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമറിഞ്ഞ് അവൻ നീറി നീറി പുകയണം. പുഹയ്ക്കാം. വെൽ, 3 days ടൈം. ഞാൻ 3 ദിവസം സമയം തരാം. 4-ാം ദിവസം രാവിലെ സൺറൈസിൽ മാരേജ് നടന്നിരിക്കണം. ആ ഡ്രൈവറെ ഇന്ന് തന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം. വെൽ, മാറ്റി. മാറ്റും. നീ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുമല്ലടാ? മാറ്റോടാ. നീ എന്നെ ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ? തല്ലിച്ചോ? കളി അവിടം വരെ ആയോ? ആന്റി, പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻ കുണാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിന്ന് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to മിയാമി ബീച്ച്? ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to മിയാമി ബീച്ച്? I am the answer. Kilometers and kilometers.
In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable terms from complicated America to America. Stop it. See, uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. American grammar illade. You talk too much. I'll kick your face and get out. You talking nonsense in the house of my wife, mother and father. Uncle, send him out. Outhouse, go away. Go away, stupid. In the house of my wife and daughter, you will not see any minute of the today. ഇറങ്ങി പോടാ. അവനെ പറഞ്ഞു വിടണ്ട. അവൻ ഔട്ട് ഹൗസിൽ താമസിക്കണം. No sorry of the excuse, believe. Get out house. Out.